ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമ്മെ ഓരോ ദിവസവും കാത്തു പരിപാലിച്ച് നമ്മളെ കരുണയോടെ പരിപാലിക്കുന്ന ദൈവത്തിന് നന്ദി പറയുകയും സ്തുതികൾ അർപ്പിക്കുകയും ചെയ്യുവിൻ. നമ്മുടെ എത്ര പ്രതിസന്ധികളിലൂടെ പോയാലും പ്രയാസങ്ങളിലൂടെ പോയാലും നമ്മുടെ ജീവനെ കാത്തു പരിപാലിക്കുകയും ഓരോ ദിവസവും നമുക്ക് ഈ ഭൂമിയെ ജീവിക്കുവാനായി ആയുസ്സും ആരോഗ്യവും നൽകുകയും ചെയ്യുന്നതിനെ ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുക. ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്ന ദൈവവചനം സങ്കീർത്തനങ്ങൾ 32 8 വാക്യമാണ്. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടിയുറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുവാൻ, നമ്മുടെ മാനുഷികമായ ബുദ്ധിയിൽ നമുക്ക് ഒരു തീരുമാനമെടുക്കുവാനായിട്ട് സാധിക്കാതെ വരുന്ന അവസരങ്ങളിലൊക്കെ ദൈവത്തിൻ്റേതായിട്ടൊരു ആലോചന നമ്മുടെ മനസ്സിൽ നമുക്കൊരു പ്രചോദനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഏത് വഴിക്ക് പോകണം, അല്ലെങ്കിൽ ഏത് കോഴ്സാണ് തിരഞ്ഞെടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു കാര്യത്തിൽ നമ്മുടെ തീരുമാനമെന്ന് നമ്മുടെ മനസ്സ് കൺഫ്യൂഷൻ ആകുന്ന സമയത്ത് സങ്കീർത്തനങ്ങൾ 32:8 കുറച്ച് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ് മനസ്സ് ശാന്തമാക്കി നമ്മുടെ ആത്മാവിൽ നിന്നുള്ള ഒരു സ്വരം കേൾക്കുന്നതിനായി കാതോർത്ത് കഴിയുമ്പോൾ ഉചിതമായ ഒരു തീരുമാനമെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. കാരണം വചനം പറയുന്നു, ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. അപ്പോൾ കർത്താവ് നമ്മുടെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നമുക്ക് ഉപദേശം തരുന്ന ഒരു കർത്താവാണ്. ഈ വചനം വിശ്വാസത്തോടെ ആവർത്തിച്ച് പറഞ്ഞ് നമുക്ക് ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൊക്കെയും ഒരു പ്രചോദനം ആത്മാവിൽ നിന്ന് ഉൾക്കൊള്ളത്തക്ക വിധത്തിൽ ഈ വചനം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വചനം നമ്മളെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴും ആ വചനത്തിൻ്റെ അഗ്നി, ആ വചനത്തിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് ചൊരിയപ്പെടാൻ പ്രാർത്ഥിക്കണം. വചനത്തിൻ്റെ ശക്തി ഇറങ്ങാൻ പ്രാർത്ഥിക്കണം. കാരണം വചനം വായ്ത്തല മൂർച്ചയേറിയതാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അപ്പോൾ ആ വചനത്തിൻ്റെ ശക്തി നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി ആ ശക്തി വ്യാപരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് വേണം നമ്മൾ ഓരോ കാര്യത്തിനുമായിട്ട് വചനം ചൊല്ലേണ്ടത്, വചനം പ്രാർത്ഥിക്കേണ്ടത്. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്ന കർത്താവെ, പലവിധമായ ശാരീരിക അസ്വസ്ഥതകൾ മൂലം ഭാരപ്പെടുന്നവർ, മാനസികമായ ബുദ്ധിമുട്ടുകൾ മൂലം, പ്രയാസം മൂലം ഭാരപ്പെടുന്നവർ, കുടുംബ പ്രശ്നങ്ങളാൽ അകപ്പെട്ട് ഭാരപ്പെടുന്നവർ, ജീവിതത്തിൻ്റേതായ മേഖലകൾ ഒറ്റപ്പെട്ടു പോയവർ, സാമ്പത്തിക മേഖലയിൽ ദുരിതം അനുഭവിക്കുന്നവർ, കടബാധ്യതകളാൽ ഭാരപ്പെടുന്നവർ, ഇങ്ങനെ എല്ലാവരെയും, എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും കർത്താവായ യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് ഈ വചനം കേൾക്കുമ്പോൾ അവരുടെ ഹൃദയത്തിലേക്ക് ആശ്വാസത്തിൻ്റെ ഒരു ആശ്വാസമായിട്ട് കർത്താവ് ഇങ്ങയുടെ വചനം കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ അഗ്നി അവരോരോരുത്തരിലേക്കും ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം യേശുവേ, നന്ദി കർത്താവെ, സ്തുതിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെ മേലും പരിഹാരം കാണിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ.